അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് വളരെ അടിയന്തരമായി ഇത്തരത്തിലൊരു സമരം ഇവിടെ ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം. ഇന്ന് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒന്നും തന്നെ പാചകവാതകം ഒന്നും തന്നെ കിട്ടാത്ത സാഹചര്യമാണുള്ളത്. അഥവാ കിട്ടുമെങ്കിൽ തന്നെയും ഇരട്ടിയോളം വില കൊടുത്ത് വാങ്ങേണ്ടുന്ന ഒരു സ്ഥിതിയാണ്. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, മറ്റ് ആതുരാലയങ്ങൾ, മറ്റെല്ലാ സ്ഥാപനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ധാരാളം ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നിലവിൽ പാചകവാതകം കിട്ടാത്ത സാഹചര്യം വരുന്നു. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുന്ന സാഹചര്യങ്ങൾ വരുന്നു. അവർക്ക് ഭക്ഷണം പോലും പാചകം ചെയ്യാൻ പറ്റാത്ത നിലയിലേക്കുള്ള സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ എത്തിച്ചു ചേർത്തിട്ടുള്ളത് ഈ രാജ്യം ഭരിക്കുന്ന വർഗീയ പാർട്ടിയായിട്ടുള്ള RSSും സംഘപരിവാറും അടങ്ങുന്ന മോദിയുടെ സർക്കാരാണ്. തീർച്ചയായും ട്രംപ് പോലെയുള്ള വൻകിട കോർപ്പറേറ്റ് അടങ്ങുന്ന ആളുകളാണെന്ന് രാജ്യം ലോകവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തെമ്പാടും യുദ്ധം വന്നുകൊണ്ടിരിക്കുന്നു. അടിക്കടി യുദ്ധമുറകളായിട്ട് പല രാജ്യങ്ങളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളുമൊക്കെ അതിന് ഇരകളായി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളാണുള്ളത്, പ്രത്യേകിച്ച് സ്ത്രീകളും അമ്മമാരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിലേക്കും സമൂഹം ഒന്നടങ്കം ഇന്ന് പാചകവാതകവും മറ്റ് സാധന സാമഗ്രികളും കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ എത്തിച്ചിട്ടുള്ളത് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളാണ്, BJP സർക്കാരാണ്, മോദി സർക്കാരാണ്. അതിനെതിരെയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇത്തരത്തിൽ പ്രതീകാത്മകമായ ഒരു സമരം ഇന്നിവിടെ അഞ്ചൽ ടൗണിൽ ഏറ്റെടുത്തിട്ടുള്ളത്. മഹിളാ അസോസിയേഷൻ്റെ നമ്മുടെ അഞ്ചൽ ഏരിയയിലും കൊല്ലൂർ ഏരിയയിലും ഉള്ള നേതാക്കന്മാരും സഖാക്കളുമാണ് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിൽ ഇനിയും ഇതിലേറെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങൾ തീർച്ചയായും ഞങ്ങൾ ഏറ്റെടുക്കും. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിധങ്ങളായിട്ടുള്ള ഇതുപോലെയുള്ള അവശ്യ വസ്തുക്കളുടെയൊക്കെ തന്നെ ലഭ്യത കുറവ് നമ്മുടെ നാട്ടിലേക്ക് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മഹിളാ അസോസിയേഷൻ ഒരു സമരം ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാ നല്ലവരായിട്ടുള്ള ജനങ്ങളുടെയും സഹകരണം തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും ഞങ്ങൾ സമരത്തിലേക്ക് തന്നെ പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.